ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ ഇനി വലിയ യുദ്ധക്കപ്പലുകൾ മാത്രം മതിയാകുന്ന കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് യഥാർത്ഥ ഭീഷണി വരുന്നത് കടലിന്റെ അടിയിൽ നിന്നുമാണ്. കണ്ടെത്താൻ പോലും കഴിയാത്ത, ശബ്ദമില്ലാത്ത, സഞ്ചരിക്കുന്ന ഒരു അന്തർവാഹിനി മതി ഒരു നിമിഷം കൊണ്ട് യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യ അതുപോലൊരു മറഞ്ഞിരിക്കുന്ന ശക്തിയെ കൂടുതൽ ശക്തമാക്കാൻ നീങ്ങുകയാണ്. അതും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ ഒരു പ്രധാന വിദേശ സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ ഒരു വലിയ വാർത്ത പുറത്തേക്ക് വരുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കടലിന്റെ നടുവിൽ ഒരു ശത്രു കപ്പൽ സഞ്ചരിക്കുന്നു. അവർക്ക് ചുറ്റും എല്ലാം സുരക്ഷിതമാണെന്ന് അവർ കരുതുന്നു. പക്ഷേ അതിന്റെ നേരെ താഴെയായി അവർ അറിയാതെ ഒരു ഇന്ത്യൻ അന്തർവാഹിനി നേരത്തെ തന്നെ അതിന്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതൊരു ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കാൻ അവസരം പോലും ലഭിക്കാതെ എല്ലാം അവസാനിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ സമുദ്ര യുദ്ധത്തിന്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ അതിനെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ രാജ്നാഥ് സിംഗ് നടത്തിയ വിദേശ സന്ദർശനം വലിയ ശ്രദ്ധ നേടുകയാണ്. കാരണം ഇതൊരു സാധാരണ കൂടിക്കാഴ്ച മാത്രമായിരുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. അതെ, അങ്ങനെ തന്നെയാണ് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ സമുദ്രശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി കാണുന്നത് വലിയ യുദ്ധക്കപ്പലുകളെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും ഭീകരമായ ശക്തി കടലിന്റെ അടിത്തട്ടിലാണുള്ളത്. അന്തർവാഹിനികൾ എന്നത് കാണാൻ കഴിയാത്തതും കേൾക്കാൻ കഴിയാത്തതുമായ ആയുധങ്ങളാണ്. അവ ആക്രമിച്ചു തുടങ്ങിയാൽ പ്രതികരിക്കാൻ സമയം പോലും കിട്ടില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ കൂടുതൽ നിശബ്ദമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള അന്തർവാഹിനികളിലാണ്. കൂടുതൽ ദിവസങ്ങൾ വെള്ളത്തിന്റെ അടിത്തട്ടിൽ തന്നെ തുടരാൻ കഴിയുന്ന, എത്ര ദൂരത്തായാലും കൃത്യമായി ആക്രമണം അഴിച്ചുവിടാൻ കഴിയുന്ന അന്തർവാഹിനികളിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് രാജ്നാഥ് സിംഗ് നടത്തിയ വിദേശ ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യവും ശ്രദ്ധയും ലഭിക്കുന്നത്. ഇന്ത്യ ഇതിനകം തന്നെ തദ്ദേശീയമായി അന്തർവാഹിനികൾ നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നത് വേണം മനസ്സിലാക്കാൻ. ഇത് വളരെ വലിയ മുന്നേറ്റമാണ്. കാരണം ഈ സാങ്കേതിക വിദ്യ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ മേഖലകളിൽ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ അടുത്ത ലക്ഷ്യം കൂടുതൽ നിശബ്ദമായി സഞ്ചരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളും ശത്രുക്കളെ കണ്ടെത്തൽ സംവിധാനങ്ങളെ മറികടക്കുന്നതിനുള്ള കഴിവും ശക്തമായ ആയുധങ്ങൾ സംയോജിപ്പിക്കുന്ന ശേഷിയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇവയെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ കൂടുതൽ ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സമുദ്രത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഉയരുന്നത്. രാജ്നാഥ് സിംഗ് നടത്തിയ ഈ സന്ദർശനം ഒരു സാധാരണ സാങ്കേതിക ചർച്ച മാത്രമാണോ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു പുതിയ തലമുറ അന്തർവാഹിനി പദ്ധതിയെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? കാരണം ഇന്നത്തെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിൽ കാണുന്ന ശക്തിയല്ല, കാണാനാകാത്ത ശക്തിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കേണ്ടത്. ആരും കാണാത്തിടത്ത് നിന്ന് ആരും കേൾക്കാത്ത രീതിയിൽ ആക്രമിക്കാൻ കഴിയുന്ന കഴിവാണ് ഇന്നത്തെ യഥാർത്ഥ ആധിപത്യമായി കണക്കാക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രം ഇപ്പോൾ വളരെ വ്യക്തമാണ്. ആകാശത്ത് ശക്തി, ഭൂമിയിൽ ശക്തി, കൂടാതെ കടലിന്റെ അടിയിലും പൂർണ്ണമായ നിയന്ത്രണം. ഈ മൂന്ന് മേഖലകളിലും ശക്തി നേടിയാൽ മാത്രമേ ഒരു രാജ്യം പൂർണ്ണ സൈനിക ശക്തിയായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാജ്നാഥ് സിംഗ് നടത്തുന്ന ഓരോ വിദേശ സന്ദർശനവും ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഇന്ന് ഒരു വാർത്തയായി തോന്നിയാലും നാളെ ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി മാറാനും സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്.